അസ്സലാമലൈക്കും മുത്തുമണീസ്. നമുക്ക് ഇന്നൊരു അടിപൊളി പാൻ കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഈത്തപ്പഴം വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഓട്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് ഓട്സ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നട്ട്സിൻ്റെ പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിസ്ത, ബദാം, നട്ട്സ് അങ്ങനെ എല്ലാം പാടെ കൂട്ടിച്ചേർത്ത് പൊടിച്ചതാണ്. അപ്പോൾ അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിൽ ആഡാക്കി കൊടുത്ത് അതിന് ശേഷം കുറച്ച് നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച നമ്മളെ ആ ഒരു ഈത്തപ്പഴം പാട് അതിലേക്ക് ആഡ് ചെയ്ത് ഇച്ചിരി പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് നമ്മൾ വേറെ ഇവിടെ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇച്ചിരിയും കൂടി അതൊന്ന് അരയണം. അപ്പോൾ ഞാൻ അതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പഴത്തിൻ്റെയും പിന്നെ അതേപോലെ ഈത്തപ്പഴത്തിൻ്റെയും ഒക്കെ ഒരു മധുരം കുട്ടികൾക്ക് ഉണ്ടാവും. വേറെ നമ്മൾ ഷുഗറൊന്നും ആഡാക്കണ്ട. അപ്പോൾ അതും പാടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം കേട്ടോ. ഞാൻ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബട്ടർ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലായിടത്തും ആക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ, ബാറ്റർ, അത് ഇതിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് ഒന്ന് പരത്തി കൊടുക്കുക ഒരു പാൻ കേക്കിൻ്റെ ഒരു രൂപത്തിൽ. തീ വളരെ സിമ്മിലിടണം കേട്ടോ. അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കുക. ഇപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്, നമുക്കത് മറിച്ചിട്ട് കൊടുക്കുക. ഇവിടെ കുട്ടികൾ പഴമൊക്കെ പുഴുങ്ങിയത് കഴിക്കാതെയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് അവർക്ക് ഫുഡ് ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ചില കുട്ടികൾക്കൊന്നും പഴം പുഴുങ്ങിയത് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ പാല് വെറുതെ കൊടുത്താൽ കഴിക്കൂല, അല്ലെങ്കിൽ നട്ട്സ് കൊടുത്താൽ നട്ട്സ് പാലിൽ കലക്കി കൊടുത്താൽ കഴിക്കാനൊന്നും ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടി കൊടുക്കാൻ പറ്റിയ ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും അസ്സലാമു അലൈക്കും.